2024 ഒക്ടോബർ 7-ന് ഇസ്രയേലിന് നേരെയുണ്ടായ ഭീകരാക്രമണവും ഇപ്പോൾ കശ്മീരിലുണ്ടായ ഈ ഒരു ഭീകരാക്രമണം തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. ഇത് തമ്മിൽ ഈ രണ്ട് ഭീകരാക്രമണം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭീകരാക്രമണം തമ്മിലൊക്കെ ലോകത്ത് നടക്കുന്ന ഭീകരാക്രമണങ്ങളുടെ എല്ലാം സ്വഭാവവും അവരുടെ മുദ്രാവാക്യവും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഈ അഖില ചോദിച്ച പോലെ 2024 ഒക്ടോബർ 7-ന് അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരവാദികൾ നടത്തിയ ആക്രമണം എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് അത്ഭുതപ്പെടുത്തിപ്പോയി. കാരണം ഇത്രയും വലിയ സുരക്ഷാ സംവിധാനം ഉള്ള ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്ത് അവരുടെ അയൺ ഡോം സംവിധാനത്തെയും സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെയൊക്കെ മറികടന്ന് അവിടെ ഭീകരർ കടന്നു അല്ലെങ്കിൽ ഹമാസ് ഭീകരർ കടന്നു കയറുകയും ഏതാണ്ട് 1500ഓളം പേരെ നിഷ്ഠൂരമായിട്ട് ഇതുപോലെ സിവിലിയൻസിനെ കൊന്ന ഒരു സംഭവമാണ് അത്. അപ്പൊ അതിനകത്ത് അന്നൊരു പാട്ട് നടക്കുന്ന ഫംഗ്ഷൻ, അത് പാട്ട് നടക്കുന്ന പറഞ്ഞാൽ അല്ലെങ്കിൽ ഗാനമേള പോലുള്ള അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് വിനോദം അല്ലെങ്കിൽ അവർ ആഹ്ലാദിക്കുന്ന ഒരു സംഗീത നിശ ഇത്തരത്തിലുള്ള സംഭവത്തിലാണ് ഇതുപോലെ ഇവർ കടന്നു കയറി വധിച്ചിട്ട് പോയത്. 1500ഓളം പേരെ വധിക്കുന്നു, കുറെ പേരെ ബന്ദികളാക്കുന്നു, ഒക്കെ സംഭവമുണ്ട്. ഇന്നലെ ഇവിടെ നടന്ന അതുപോലെ അതിനകത്ത് നമ്മൾ പരിശോധിക്കും, ഇവിടെ നടന്ന ഭീകരാക്രമണവും ഇതുപോലെ സമാനതയുണ്ട്. സമാനതയുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നടന്ന ഭീകരാക്രമണം ഈ പറയുന്ന സ്ഥലത്ത് പൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത്, കാശ്മീരിലെ ആ സ്ഥലത്ത് ഈ സെക്യൂരിറ്റിക്കാരെ എല്ലാം മറികടന്ന് പട്ടാള വേഷത്തിൽ അവിടെ വന്ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. മറ്റിടത്ത് പിന്നെ കൊല്ലുന്നതല്ല ഇസ്രായേലുകാരായത് ജൂതന്മാരായതുകൊണ്ട് അവർക്കത് വിഷയമല്ല, അവരുടെ ടാർഗറ്റ് ജൂതന്മാരാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ ടാർഗറ്റിനകത്ത് ഒരു വ്യത്യാസം വന്നു. അവർ വിഭജിച്ചു. ഹിന്ദുവിനെ മാത്രം കൊന്നാൽ മതി, ഹിന്ദു ആണ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്തി 100 റൗണ്ട് വെടിവെച്ചു. AK-47 ഉപയോഗിച്ച് 28ഓളം പേർ മരിച്ചു. വളരെ കൂടുതൽ ആൾക്കാർ ഇഞ്ചേർഡ് ആയിട്ട് ആശുപത്രിയിലുണ്ട്. എന്നിട്ട് ഈ വളരെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും കർണാടകക്കാരി അവിടെ ഈ വെടി കൊണ്ടതിന് ശേഷം എന്നെയും കൂടെ ഭർത്താവിന് മുമ്പിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് നിലത്തിടുമ്പോൾ ഭാര്യ പറഞ്ഞു എന്നെയും കൂടി കൊന്നേക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നിന്നെ കൊല്ലുന്നില്ല, നീ പോയി നിന്റെ നരേന്ദ്രമോദിയുടെ അടുത്ത് പറയണം, അയാൾ പറയുന്നത് പോലെ ഇന്ത്യ സുരക്ഷിതമല്ല, ഞങ്ങൾ തീരുമാനിക്കും ഇന്ത്യയിൽ എന്ത് നടക്കണമെന്ന്, അതിന്റെ വിക്റ്റിമാണ് നീ എന്ന് പറഞ്ഞിട്ടു പോയി ഭീകരൻ എന്നാണ് അവർ വാർത്താ ഏജൻസികളുടെ മുമ്പിൽ പറഞ്ഞത്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സമാനതകൾ ഏറെയുണ്ട്. കാശ്മീരിൽ നടന്നത് സെക്യൂരിറ്റി പ്രോബ്ലം, അല്ലെങ്കിൽ അവിടെ നമ്മൾ നിയോഗിച്ചിരുന്ന BSF അല്ലെങ്കിൽ പട്ടാളമോ കാശ്മീർ പോലീസ് സംവിധാനമോ ഒക്കെ മറികടന്നാണ് ഈ ഭീകരർ അവിടെ ഈ പറയുന്ന പോലെ സാധാരണക്കാരനെ വെടിവെച്ചത്. ഇതേപോലെ വലിയ വലിപ്പത്തിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എപ്പോഴും ശത്രുക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള ഇസ്രായേലിലും അതിനെ എല്ലാം മറികടന്നാണ് അവിടെ ഈ പറയുന്നത് പോലെ ആൾക്കാരെ കൊല്ലുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം സമാനതകൾ ഈ ഒരു ആദ്യത്തെ ഒരു കാര്യം നോക്കുമ്പോൾ തന്നെ സമാനതകൾ ഏറെയുണ്ട്. പിന്നെ കാശ്മീരിൽ എന്ന് പറഞ്ഞാൽ ഈ കാശ്മീർ വിഷയവും ഈ പറയുന്ന ഗാസ വിഷയവും അല്ലെങ്കിൽ ഹമാസിന്റെ ഗാസ വിഷയവും തമ്മിൽ സമാനതകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗാസ സ്വതന്ത്രമാകണം. ഗാസ സ്വതന്ത്രമാകുന്നത് എന്തിനു വേണ്ടി? ഗാസ സ്വതന്ത്രമായിട്ട് അതൊരു ഭീകര രാജ്യമായിട്ട് കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ പാലസ്തീനിലെ സാധാരണക്കാരന് അനുകൂലമായിട്ട് ഭരിക്കുന്ന ഒരു ഇടമായിട്ട് ആ പറയുന്ന പാലസ്തീൻ പ്രദേശത്തെ കൊണ്ടു നടക്കാൻ ഹമാസ് ഭീകരവാദികൾ പാലസ്തീൻ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഒരിക്കലും അങ്ങനെയല്ല. അവിടെ അവരുടെ അജണ്ടകൾ പാസ്സാക്കുന്നതിന് വേണ്ടി, ഭീകര രാജ്യമാക്കുന്നതിന് വേണ്ടി സാധാരണക്കാരന് യാതൊരു രീതിയിലും ഉള്ള സ്വാതന്ത്ര്യമോ അവൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഫ്രീഡത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഹമാസ് ഭീകരവാദികൾ ഗാസയിൽ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെയാണ് കാശ്മീരിലും. കാശ്മീരിൽ
പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ വളരെ കാലം കൊണ്ടേ ആ പ്രദേശം പിടിച്ചെടുത്ത് ഒരു മതരാഷ്ട്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഉരുത്തിരിച്ച് അവിടുത്തെ ജനങ്ങളെ ഈ പറയുന്നത് പോലെ അവരുടെ ചാവേറുകളാക്കി ഓരോ കുട്ടികളെയും അല്ലെങ്കിൽ ഗ്രാമീണരെയും പ്രദേശവാസികളെയും ഒക്കെ ഭീകരരാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ നിന്നും ഇന്ത്യ കാശ്മീരിനെ സ്വതന്ത്രമാക്കി വലിയ വികസനത്തിലെത്തിച്ച് അവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സംവിധാനമാക്കി മാറ്റി അവിടുത്തെ സാധാരണക്കാർക്കും ഗ്രാമീണർക്കും ഒക്കെ കല്ലെറിയുന്ന അവസ്ഥയിൽ നിന്നും സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആ പ്രദേശത്തെ എത്തിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ അവിടെ സിവിലിയൻസിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. കാശ്മീർ പഴയ കാശ്മീർ പോലെയാണ് എന്ന് നിലനിർത്തുന്നതിനും ലോകരാജ്യങ്ങളോടും വിളിച്ചറിയിക്കുന്നതിനും വേണ്ടിയാണ് ഒരു ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന് മറ്റൊരു പ്രത്യേകത നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കാശ്മീരിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ അതങ്ങ് ഇന്ത്യയിൽ ജീവിക്കാൻ ലോകത്ത് ജീവിക്കാൻ അധികാരമുള്ളത് ഇസ്ലാമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് മാത്രമാണ് എന്ന് പറയുന്ന ഒരു അജണ്ടയും കൂടി ഇന്നലത്തെ ഈ ഭീകര ആക്രമണത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യയിൽ ഉടനീളം നമ്മൾ വളരെ വലിയ വികസനത്തിലേക്ക് പോകുമ്പോൾ ലോകത്ത് ഉള്ള രാജ്യങ്ങൾ ഇന്ത്യ സുരക്ഷിതമാണ്, ഇന്ത്യയിലേക്ക് വരാം, ഇവിടെ പറയുന്നത് പോലെ ടെററിസം ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ടെററിസ്റ്റുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ആദ്യം നിൽക്കുന്ന ഈ രാജ്യമാണ് ഇന്ത്യ, അതിന് ആകുന്ന രാജ്യമാണ് ഇന്ത്യ, അതിന് കൂട്ടുനിൽക്കുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഉണ്ട്. അപ്പം ആ രാജ്യത്തിന്റെ അമേരിക്കയുടെ പ്രതിനിധി അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാം രാജ്യങ്ങളുടെ പോലും അംഗീകരിക്കുന്ന രാജ്യം, അതിന്റെ ഉദാഹരണമാണ് ഈ അമേരിക്കയുടെ പ്രതിനിധി ഇന്ത്യയിലുള്ളപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ഏറ്റവും വലിയ ഈ മുസ്ലിം രാജ്യങ്ങളുടെ കേന്ദ്രം അല്ലെങ്കിൽ നാളെ കാലത്തെ മുസ്ലിം രാജ്യം ഉണ്ടായാൽ സൗദി അറേബ്യ ആയിരിക്കും അതിന്റെ കേന്ദ്രമെന്ന് വിചാരിക്കുന്ന രാജ്യവുമായിട്ട് ഇന്ത്യക്കുള്ള സൗഹൃദവും ആ രാജ്യം ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ആദരവും ഒക്കെ ഒന്നുമല്ല, അല്ലെങ്കിൽ അതൊന്നും സാധ്യമല്ല, ഇവിടെ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യമേ നടക്കൂ എന്നുള്ള ഒരു അജണ്ട കൂടി ഇന്നലത്തെ ആക്രമണത്തിനുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ സൈനിക മേധാവി, പട്ടാള സൈനിക മേധാവി, പാകിസ്ഥാന്റെ പട്ടാള സൈനിക മേധാവി അവിടെ വിളിച്ചുകൂട്ടിയ ഒരു പത്രസമ്മേളനത്തിൽ വളരെ പരസ്യമായിട്ട് പാകിസ്ഥാൻ വിഭജിച്ചത് ഇത് മുസ്ലിം രാജ്യമായി തുടരുന്നതിന് വേണ്ടിയാണെന്നും അതിനകത്ത് വേറെ ആരോടും ഒരു മമതയും വേണ്ടെന്നും ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് അത് ഹിന്ദുക്കളുടെ രാജ്യമാണ്, ആ ഹിന്ദുക്കളുടെ രാജ്യത്തോട് ഈ രാജ്യത്തിനോ ഇവിടുത്തെ ജനത്തിനും യാതൊരു മമതയും വേണ്ടെന്നും ആ രാജ്യത്തുള്ള കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവനാഡിയാണ്, അതിനെ മോചിപ്പിക്കുന്നതിന് എന്തു പ്രവൃത്തിയും ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് IS നിയന്ത്രിക്കുന്ന ഭീകരവാദികളുടെ നിയന്ത്രണത്തിൽ ഇവിടുത്തെ ഈ രാജ്യത്ത് കടന്നു കയറി ഇവിടുത്തെ സിവിലിയൻസിനെ കൊല്ലുന്ന ഒരവസ്ഥ, ഒരു വലിയ ഭീകരവാദ പ്രവർത്തനം കാശ്മീരിൽ നടത്തുന്ന ഒരവസ്ഥ, കാശ്മീരിൽ നടത്തുമ്പോൾ അത് ഇന്ത്യയിൽ ആകുന്ന ഒരവസ്ഥ, ഇന്ത്യ മഹാരാജ്യം സുരക്ഷിതമല്ല, ഞങ്ങൾ വിചാരിക്കുന്ന തിട്ടൂരങ്ങൾ ഇന്നും അന്നും എന്നും ഇന്ത്യയിൽ നടക്കത്തുള്ളൂ എന്ന് ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾക്കുൾപ്പെടെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഭീകരാക്രമണം തന്നെയാണ് നടന്നത്. അതിനകത്ത് വളരെ വലിയ വലിപ്പത്തിൽ കൂടിയാലോചനകളുണ്ട്, വളരെ വലിയ വലിപ്പത്തിൽ അതിനകത്ത് ഇന്ത്യക്കകത്ത് നിന്നും സപ്പോർട്ടുകളുണ്ട്. ഒരു പക്ഷേ ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവരുടെ ടെററിസത്തെ, പാകിസ്ഥാനത്തെ അല്ലെങ്കിൽ ഹമാസിനെ ഒക്കെ ആശയത്തെ അനുകൂലിക്കുന്നവർ പല രീതിയിലും ഇവിടെ പ്രചരണം നടത്തുമ്പോൾ അവർക്കെല്ലാം ഇന്ത്യ സുരക്ഷിതമായിരിക്കും, അവരല്ലാത്തവർക്ക് ഇന്ത്യ സുരക്ഷിതമല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭീകരാക്രമണമായിട്ട് മറ്റ് ഭീകര ആക്രമണത്തെ തുലനം ചെയ്യുമ്പോൾ ഈ ഭീകരാക്രമണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അതായത് വളരെ കൃത്യമായ ഒരു അജണ്ടയും അല്ലെങ്കിൽ കൃത്യമായ ഒരു മെസ്സേജും ഈ ഭീകര ആക്രമണത്തിന്റെ പുറകിലുണ്ട്. ഈ ഭീകരാക്രമണവും അഖില പറഞ്ഞതുപോലെ ഇസ്രായേൽ നടന്ന ഭീകരാക്രമണവും കൂടി തുലനം ചെയ്യുമ്പോൾ സമാനതകൾ ഏറെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.